ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ഇവിടെ വചനം പറയുകയാണ്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്. എന്തുവാണ് പ്രകാശനം? പഴയ നിയമത്തിലെടുത്ത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ കിടന്നപ്പോൾ അവരുടെ നിലവിളിയും കഷ്ടതയൊക്കെ കണ്ടിട്ട് ദൈവത്തിന് അവരോട് മനസ്സലിവും ദയയും തോന്നിയിട്ട് അവരെ ദൈവം അവിടെ നിന്ന് വിളിച്ചിറക്കി പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തോട്ട് ദൈവം അവരെ കൊണ്ടുപോവുകയാണ്. അവർക്കൊരു ദർശനം, അവർക്കൊരു പ്രകാശനം കൊടുക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് നിങ്ങളെ എത്തിക്കും. ഈ യാത്രയിൽ ഇവർ സഞ്ചരിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, ചെങ്കടലിൻ്റെ മുമ്പ് വരുന്നുണ്ട്. അവിടെ നിന്ന് അവർ മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിക്കുന്നു. എന്നാൽ ദൈവം അവർക്കവിടെ ആ രാത്രിയിൽ തന്നെ വഴി തുറക്കുന്നു. അവർ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് കയറുന്നു. വീണ്ടും ഒരു 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ മാറായിലെത്തുന്നു. മാറായിലെത്തുമ്പോൾ വീണ്ടും ഇവരുടെ ചിന്ത എന്തുവാണ്? ഇവർ പറയുകയാണ്, ഞങ്ങൾക്ക് മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇറച്ചിക്കലം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇറച്ചി ഉണ്ടായിരുന്നു. ഓർക്കണം പ്രിയരെ, ഇവർക്ക് വേണ്ട ആഹാരം മുഴുവൻ ദൈവം കൊടുക്കുന്നുണ്ട്. ഇവർ മന്ന ഭക്ഷിക്കുന്നുണ്ട്, ഇവർ കാടപ്പക്ഷി കഴിക്കുന്നുണ്ട്, അവർക്ക് അന്നന്ന് വേണ്ടത് ദൈവം ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടത് ലഭിക്കുമ്പോഴും ഇവർ മുമ്പിലോട്ടുള്ളതല്ല ചിന്തിക്കുന്നത്, പിന്നിൽ എന്തുണ്ടെന്ന് ഇവർ ചിന്തിക്കുകയാണ്. അന്ന് ഞങ്ങൾ കഴിച്ചതിനെ കുറിച്ച് പറയുകയാണ്. വാസ്തവത്തിൽ ഇവർ ആഗ്രഹിക്കേണ്ടത് എന്തുവാണ്? ഇവർ ആഗ്രഹിക്കേണ്ടത് പാലും തേനും ഒഴുകുന്ന ദേശമല്ലേ? അവിടെയല്ലേ കൊണ്ടുപോകേണ്ടത്? അല്ലെ, ചെങ്കടൽ വിഭാഗിച്ച ദൈവം, മാറയെ മധുരമാക്കിയ ദൈവം ഇനിയും ഞങ്ങളെ നടത്തും എന്ന് മുമ്പോട്ടുള്ള കാര്യം ചിന്തിക്കേണ്ടതിന് പകരം ഇവരുടെ ചിന്തയും ദർശനവും എല്ലാം ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടു പോകുകയല്ലേ? ലഭിച്ച പ്രകാശനം നഷ്ടപ്പെട്ടു പോകുകയല്ലേ? ഇതുപോലെയല്ലേ പ്രിയരെ പുതിയ നിമിത്തത്തിൽ നിൽക്കുന്ന നമ്മുടെ ജീവിതം? ഇസ്രായേൽ മക്കൾക്ക് അന്ന് എന്ത് സംഭവിച്ചു? അവർ ആരും കനാനിലോട്ട് പ്രവേശിച്ചില്ല. ഇതുപോലെയാണ് പുതിയ നിയമത്തിൽ നിൽക്കുന്ന നമ്മളോട് ദൈവം എന്തുവാണ് പറഞ്ഞത്? നിങ്ങൾ എവിടെ കൊണ്ടുപോകാം? നിങ്ങളെ നിത്യരാജ്യത്തിലോട്ട് കൊണ്ടുപോകാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്തുവാ പറഞ്ഞേ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് വീട് ഒരുക്കി മടങ്ങി വരുമെന്നല്ലേ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ എന്നിൽ വിശ്വസിക്കണം, ഞാൻ നിങ്ങൾക്കിവിടെ കാറ് തരാം, ഞാൻ നിങ്ങൾക്കിവിടെ വീട് തരാം, ഇവിടെ 2 വീട് കൂടുതൽ തരാം എന്നൊന്നും അല്ലല്ലോ യേശു പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് നിങ്ങളെ ഞാൻ അങ്ങ് കൊണ്ടുപോകാമെന്നല്ലേ. എന്നാൽ നമ്മുടെ സാഹചര്യം നോക്കിയേ. നമ്മൾ പറയുന്നത് UK എപ്പോൾ പോകാം? UK നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നതോ ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കാലാവധി കഴിയുന്നു, ഞാൻ എന്ത് ചെയ്യും? ഇനി ഇവിടെ നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നത് ഓസ്ട്രേലിയ ഞാൻ എപ്പോൾ പോകും? എൻ്റെ അടുത്ത സാഹചര്യം എന്തുവാണ്? പ്രിയരെ, ഇസ്രായേൽ ജനത്തെ പോലെയല്ലേ? അവിടെ പറയുന്നു, നിങ്ങൾ ഇന്ന് ആവശ്യമുള്ള മന്ന മാത്രം പറക്കിയാൽ മതി. അവിടെ നമ്മൾ കാണുന്നുണ്ട്, കുറച്ച് ഏറെ പറക്കിയവരുണ്ട്, മിടുക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അളന്നു നോക്കിയപ്പോൾ എല്ലാം ഒരുപോലെ ഇരുന്നു. എന്നാൽ കൂടുതൽ പറക്കി വെച്ചത് ക്രമിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. കാരണം എന്തുവാണ്? അതത് ദിവസത്തേക്ക് വേണ്ടത് ദൈവം തരാമെന്ന് ഉറപ്പിക്കുന്നതല്ലേ ഒരു ആത്മീയ ജീവിതം? ഇവിടത്തേക്ക് വേണ്ടി കൂട്ടിവെക്കാതെ, ദർശനം മുഴുവൻ ഇവിടെ ഇട്ട് മൂടി അതിനെ നശിപ്പിക്കാതെ, നിത്യതയുടെ ദർശനത്തിലോട്ട് അവിടെ ഒരു ഭവനം ഉണ്ടെന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ചിന്തിക്കേണ്ടതിന് പകരം ഇവിടെ എന്തുണ്ടാക്കാമെന്ന് ചിന്തിച്ച് നമ്മുടെ ദർശനത്തെ തന്നെ നശിപ്പിച്ച് കളയല്ലേ? പ്രിയരെ, ഇസ്രായേൽ മക്കൾ ഇതൊക്കെ ചിന്തിച്ച്, പിന്നിലുള്ളതൊക്കെ ചിന്തിച്ച്, ലഭിക്കുന്ന ആ സമയത്ത് പോലും ലഭിച്ചതിനെ കുറിച്ച് നന്ദി പറയാതെ ദൈവത്തിന് വിരോധമായിട്ട് സംസാരിച്ച് പട്ടുപോയതുപോലെ നമ്മളും പട്ടുപോകാതെ ഉയരത്തിൽ ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തെ ലക്ഷ്യം വെച്ച് ഇന്ന് ദൈവം അനുവദിക്കുന്ന കഷ്ടതയാകട്ടെ, മാറയാകട്ടെ, വിശ്വസിക്ക്, ഇതിനെ മധുരമാക്കാൻ ദൈവത്തിന് കഴിയും. അല്ല, ഒരു ദിവസം എൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടപ്പാടുണ്ടോ, അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കൃപ ദൈവം തരും. അവിടെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇവിടെ അല്ല, ശാശ്വതമായ ഒന്നിലേക്കുള്ള യാത്രയാണ്. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയെ പുതിയ നിയമത്തിൽ നിൽക്കുന്ന നമ്മോട് പറയുന്ന സന്ദേശം എന്തുവാണ്? അവരും ഒരു യാത്രയായിരുന്നു. യാത്രാമധ്യേ അവരത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് യാത്ര ഇഷ്ടമില്ല.
അവർക്ക് ആ നിൽക്കുന്നിടത്ത് സുഖ സൗകര്യങ്ങൾക്കകത്ത് ജീവിക്കണം, എങ്ങനെയെങ്കിലും സുഖത്തിൽ ജീവിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിലും പ്രിയരെ ഇതാണ് വിഷയം. ലക്ഷ്യം അല്ല, നിൽക്കുന്നിടത്ത് നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോകണം. പ്രിയരെ, തെറ്റിപ്പോകാതെ, നിത്യത തെറ്റിപ്പോകാതെ, ഉയരത്തിലെ ഭവനം നഷ്ടപ്പെടുത്തി കളയാതെ, ഈ ഭൂമിയിലെ താൽക്കാലിക ഭവനത്തിന് വേണ്ടി ഉയരത്തിലെ ഭവനം നഷ്ടപ്പെടുത്തി കളയാതെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ സഞ്ചരിച്ച് ആ നിത്യതയിൽ എത്തിച്ചേരാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.